മുണ്ടക്കയിലെ ജനവാസ മേഖലയിലെല്ലാം തന്നെ നേരിട്ട് രക്ഷാപ്രവർത്തകർ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. പരിശോധനയിൽ വീടുകളിൽ നിന്നുള്ള ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ പാത്രങ്ങളും എല്ലാം തന്നെ അങ്ങനെ പല സംഭവങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുന്ന രക്ഷാപ്രവർത്തകരാണ്. ചേട്ടാ, ഇതെന്താണ്? ഇത് നമ്മളെ തെരച്ചിലിന്റെ ഇടയിൽ ഒരു അപൂർവമായിട്ട് കണ്ടൊരു സംഭവമാണ്. ഒരു ഓട്ടോഗ്രാഫ് ആണെന്നാണ് തോന്നുന്നത്. അതിൽ എഴുതിയ എന്താന്ന് വെച്ചാല് വിധിയെ തടുക്കാൻ പറ്റില്ല, നീ നിന്റെ എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ഓട്ടോഗ്രാഫ് ആണോ അല്ലെങ്കിൽ ഡയറി ആണോ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. അതൊന്ന് എടുക്കാൻ പറ്റുമോ? സാർ, ഇതൊരു നോട്ട്സാണ്. ഇതൊരു നോട്ട്സാണ്. ഈ നോട്ട്സിലാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഇത് കാണുമ്പോൾ ഒരു ഓട്ടോഗ്രാഫ് പോലെയുണ്ട്. വിധിയെ തടുക്കാൻ ആവില്ല, നീ നിന്റെ അവസാനം എന്നെന്നും നിലനിൽക്കും. ഇങ്ങനെ കുറച്ച് വാക്കുകളാണ്. ഈ ചെളിയിൽ ഇങ്ങനെ പുരണ്ട് നിൽക്കുകയാണിത്. ഇത് നമുക്ക് ഇതിലെ വാക്കുകൾ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് മലയാളം നാടൊന്നാകെ, കേരളം ഒന്നാകെ തന്നെ ആ ദുഃഖത്തിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാക്കുള്ള ഒരു ഓട്ടോഗ്രാഫ് ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്നത്. വിധിയെത്തെടുക്കാൻ കഴിയില്ല എന്നാണ് അതിൽ എഴുതി വച്ചേക്കുന്നത്. വലിയ ഒരു അർത്ഥവത്തമായ വാക്കുകൾ. ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. അപ്രതീക്ഷിതമായി എത്തിയ ഒരു വലിയ ദുരന്തം, ഉരുൾപൊട്ടലിൽ ഇങ്ങനെ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞ നിരവധി മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യരാണ് ആ ദുരന്തത്തിൽപ്പെട്ട മണ്ണിനടിയിലേക്ക് പോയത്. അവരുടെ സ്വപ്നങ്ങളാണ് ഒലിച്ചുപോയത്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ഏതോ ഒരാൾ വലിയ പ്രതീക്ഷയുമായി അവരുടെ സ്കൂൾ കാലഘട്ടത്തിലോ അങ്ങനെ എന്തോ എഴുതിയ ഒരു ഓട്ടോഗ്രാഫാണ്. ഇതിൽ ഫോൺ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്ന് കാണാൻ സാധിക്കുന്നില്ല. ഫോൺ നമ്പർ 7788339922. അത് ആരുടെ ഫോൺ നമ്പറാണെന്നറിയില്ല. ഇതിൽ പല പേജുകളിലായി കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നാം പേജിൽ ആതിര, നിക്നെയിം ചിന്നു, അരങ്ങത്ത് ഹൗസ്, ബർത്ത്ഡേ നവംബർ 11, 2000 ആണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ഇതൊരു വിലപ്പെട്ട വിവരം എന്ന് തന്നെ പറയാം, ഈ രക്ഷാപ്രവർത്തനത്തിനിടെയുള്ള വിവരം. കാരണം കാണാതായ ആളുകൾ നിരവധി പേരുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് ഇത്തരം ചെറിയ ഇൻഫർമേഷൻ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷാപ്രവർത്തകർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ അധികൃതർക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് പേജുകളിൽ എന്താണ് എന്ന് കൃത്യമായി വായിക്കണമെങ്കിൽ ഇത് ചെളിയിൽ പൂർണ്ണമായും പുരണ്ട് നിൽക്കുന്നു. ഏതായാലും ആതിര എ വി, ചിന്നു, അരങ്ങത്ത് ഹൗസ്, നവംബർ 2011 ജനിച്ചത്. ഇത്രയും വിവരങ്ങളാണ് കാണുന്നത്. ഏതായാലും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ചെളിക്കുണ്ടിൽ നിന്ന്, ആ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പരിശോധന നടത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ നമുക്ക് അധികൃതർ തുടർന്ന് നടത്തുന്ന പരിശോധനയിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. വിധിയെത്തെടുക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പറയുന്നത്. വലിയൊരു ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്കുകളാണ് ഈ മണ്ണിനടിയിൽ നിന്ന് ലഭിക്കുന്നത്.